ദേവ്യുവാച വരദാഹം സുരഗണാം വരം യം മനസേച്ഛതാം തം വൃണുത്വം പ്രയച്ഛാമി ജഗദാമുപകാരകം. വരദാഹം സുരഗണ വരം യം മനസേച്ഛതാം തം വൃണുത്വം പ്രയച്ഛാമി ജഗദാമുപകാരകം. സുരഗണങ്ങളെ, അഹം വരദ, ഞങ്ങൾ വരങ്ങൾ ദാനം ചെയ്യുന്നവളാകുന്നു, അല്ലെങ്കിൽ ഞാൻ വരങ്ങൾ ദാനം ചെയ്യുന്നവളാകുന്നു. ജഗദാം ഉപകാരകം യം വരം, ലോകങ്ങൾക്ക് നന്മ ചെയ്യുന്നതായിട്ടുള്ള ഏതു വരം മനസ്സാ ഇച്ഛത, മനസ്സുകൊണ്ട് ഇച്ഛിക്കുന്നുവോ തം വൃണുത്വം, അതിനെ പ്രാർത്ഥിക്കുക, പ്രയച്ഛാമി, ഞാൻ തരുന്നുണ്ട്. സുരഗണങ്ങളെ, ഞാൻ വരദയാണ്, ജഗത്തിന് ഉപകാരമായി ഏതു വരം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് ചോദിച്ചു കൊള്ളുക, തരുന്നുണ്ട്. അപ്പൊ ദേവന്മാരുടെ സ്തോത്രം കൊണ്ട് പ്രസന്നയായ ദേവി വരദാനത്തിന് സന്നദ്ധയാണെന്ന് അറിയിക്കുന്നു. ദേവാവൂജു, ദേവന്മാർ പറഞ്ഞു, സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ് വൈരിവിനാശനം. സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ് വൈരി വിനാശനം. അഖിലേശ്വരി, സർവേശ്വരിയായ ദേവി, ത്രൈലോക്യസ്യ, മൂന്ന് ലോകങ്ങൾക്കും, സർവബാധാ പ്രശമനം, എല്ലാ ബാധകളുടെയും പ്രശമനവും, അസ്മത് വൈരി വിനാശനം, ഞങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കലും, ഏവം ഇപ്രകാരം, ത്വയാ കാര്യം ഏവ, നിന്നാൽ ചെയ്യപ്പെടേണ്ടതാകുന്നു. എല്ലാ ലോകങ്ങളെയും ബാധിക്കുന്ന ആപത്തുകളെ നീ ശമിപ്പിക്കണമേ, ഞങ്ങളുടെ ശത്രുക്കളുടെ നാശവും അവിടുന്ന് ചെയ്യണമേ. ദേവ്യുവാച, ദേവി മറുപടി പറഞ്ഞു, വൈവസ്വതേ അന്തരേ പ്രാപ്തേ അഷ്ടാവിംശതിമേ യുഗേ ശുംഭോ നിശുംഭശൈവാന്യാം ഉത്പത്സ്യേതേ മഹാസുരൗ. വൈവസ്വതേ അന്തരേ പ്രാപ്തേ അഷ്ടാവിംശതിമേ യുഗേ ശുംഭോ നിശുംഭശ്ച ഏവാന്യാം ഉത്പത്സ്യേതേ മഹാസുരോ. വൈവസ്വതേ അന്തരേ, വൈവസ്വത മന്വന്തരത്തിൽ, അഷ്ടാവിംശതിമേ യുഗേ പ്രാപ്തേ, 28ാമത്തെ യുഗം പ്രാപിക്കുമ്പോൾ, ശുംഭ നിശുംഭ ച, ശുംഭനെന്നും നിശുംഭനെന്നും, അന്യോ മഹാസുരോ, വേറെ 2 മഹാസുരന്മാർ, ഉത്പത്സ്യേതേ, ഉദ്ഭവിക്കും. വൈവസ്വത മന്വന്തരത്തിൽ 28ാമത്തെ യുഗമാകുമ്പോൾ ശുംഭനെന്നും നിശുംഭനെന്നും വേറെ 2 അസുരന്മാർ ഉണ്ടാകും. സംഭവിക്കാൻ പോകുന്ന ചില അവതാരങ്ങളെക്കുറിച്ച് ദേവി പറയുകയാണ്. നന്ദഗോപഗൃഹേ ജാതാം യശോദാഗർഭസംഭവാം തതസ്തൗ നാശയിഷ്യാമി വിന്ധ്യാചലനിവാസിനി. നന്ദഗോപഗൃഹേ ജാതാം യശോദാഗർഭസംഭവാം തതസ്തൗ നാശയിഷ്യാമി വിന്ധ്യാചലനിവാസിനി. തഥ, അപ്പോൾ, നന്ദഗോപഗൃഹേ, നന്ദഗോപരുടെ ഗൃഹത്തിൽ, യശോദാഗർഭസംഭവ, യശോദയുടെ ഗർഭത്തിലുണ്ടായവളായിട്ട്, ജാത, ജനിച്ചവളായിട്ട്, വിന്ധ്യാചല നിവാസിനി, വിന്ധ്യാചലത്തിൽ വസിക്കുന്നവളായി, തൗ, ആ 2 പേരെയും, നാശയിഷ്യാമി, ഞാൻ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്ദഗോപരുടെ ഗൃഹത്തിൽ യശോദയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചിട്ട് വിന്ധ്യാചലത്തിൽ വസിച്ചുകൊണ്ട് ആ 2 പേരെയും നശിപ്പിക്കും. പുനരപ്യതിരൗദ്രേണ രൂപേണ പൃഥ്വീതലേ അവതീര്യാഹനിഷ്യാമി വൈപ്രചിത്താംശ്ച ദാനവാൻ. പുനരപി അതിരൗദ്രേണ രൂപേണ പൃഥ്വീതലേ അവതീര്യ ഹനിഷ്യാമി വൈപ്രചിത്താംശ ദാനവാൻ. പുനാപി, വീണ്ടും, അതിരൗദ്രേണ രൂപേണ, അതിഭയങ്കരമായ രൂപത്തോടെ, പൃഥ്വീതലേ അവതീര്യ, ഭൂതലത്തിൽ അവതരിച്ചിട്ട്, വൈപ്രചിത്താൻ ദാനവാൻ ച, വിപ്രചിത്തിയുടെ പുത്രന്മാരായ ദാനവന്മാരെയും ഹനിഷ്യാമി, വധിക്കുന്നു. പിന്നെ അതിഭയങ്കരമായ രൂപത്തോടെ ഭൂമിയിൽ അവതരിച്ചിട്ട് വിപ്രചിത്തിയുടെ പുത്രന്മാരായ ദാനവന്മാരെ ഞാൻ വധിക്കുന്നുണ്ട്.